വാങ്ങിയത് കൊണ്ടാണോ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്തത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്ക് വിശദമായി നോക്കാം. അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിന് കേന്ദ്രം നൽകിയത് 99 കോടി 27 ലക്ഷം രൂപയാണ്. ഒക്ടോബറിലാണ് ഒപ്പിടുന്നത്, നവംബറിൽ പണം നൽകുന്നു. ഈ തുക PM ശ്രീ പദ്ധതിയുടേതാണോ? അല്ല. ആ തുക SSK ഫണ്ടാണ്, സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട്. SSK ഫണ്ട് നൽകുന്നത് PM ശ്രീയുമായി ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേന്ദ്രം. ഇനി എന്താണ് ഈ SSK ഫണ്ട്? അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ്. 60% വിഹിതം കേന്ദ്രം വഹിക്കും, 40% വിഹിതം സംസ്ഥാനം വഹിക്കണം. പക്ഷേ ഈ SSK ഫണ്ട് 2021 മുതൽ 2025 വരെ 1171 കോടി രൂപയുണ്ട്. അത് കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല. ഇത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം തന്നെ സമ്മതിച്ച കാര്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2025-ൽ കേന്ദ്രം SSK ഫണ്ടായി നൽകേണ്ടത് 452 കോടി രൂപയായിരുന്നു. ആകെ നൽകിയത്, അതായത് PM ശ്രീയിൽ ഒപ്പിട്ട ശേഷമുള്ള ഈ പറയുന്ന 99 കോടി 27 ലക്ഷം രൂപയാണ്. കേരളം പദ്ധതി മരവിപ്പിച്ചു, കേന്ദ്രം ഫണ്ടും നിർത്തി. PM ശ്രീക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അത് നോക്കിയാൽ പദ്ധതിയുടെ ഒരു നടപടിയും കേരളം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയി കാണാൻ കഴിയും. അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന സ്കൂളുകളുടെ പട്ടിക പോലും തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുമില്ല. കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ തുക കിട്ടുന്ന 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് നിലവിൽ ഉള്ളത്. അതായത് ചുരുക്കത്തിൽ PM ശ്രീയിൽ ഇടതുപക്ഷം ഒപ്പിട്ടു എന്നത് വസ്തുതയാണ്. പക്ഷേ ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കും എന്ന ലിസ്റ്റ് പോലും സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. അതിനു മുൻപ് പദ്ധതി മരവിപ്പിച്ചു. ഫണ്ട് കിട്ടിയത് PM ശ്രീ പദ്ധതി വിഹിതമല്ല. ഇനി തീരുമാനിക്കേണ്ടത്, ഇനി നമുക്കറിയേണ്ടത് UDF സർക്കാരാണ്. അതായത് PM ശ്രീ നടപ്പാക്കുമോ ഇല്ലയോ എന്ന്. ഏതോ പ്രചാരണ വേദിയിൽ വൈകാരികമായി കൈകൾ വിറപ്പിച്ച് ശ്രീമാൻ KM ഷാജി പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് വോട്ട് നിന്ന് ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിയെ തള്ളി പറയുന്ന നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിൽ നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി ഞങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയ മണ്ണാങ്കട്ടയാണ്. ആ കൊട്ടയെടുത്ത് പൂമുഖത്ത് വെച്ച് പൂമാലിട്ട് 1-ാം തരം രാഷ്ട്രീയ മലക്കം മറിയലാണ് ഇന്ന് വീഡിയോയുടെ വാർത്താ സമ്മേളനം. ആത്മവഞ്ചന, ഡിസപ്ഷൻ, ട്രിക്കറി. അന്ന് ആവേശത്തോടെ കൈയടിച്ച ലീഗ് പ്രവർത്തകരോട്, UDF-കാരോട്, ഷാജി സാഹിബെ അപ്പറഞ്ഞ വാചകമടിക്ക് വെറും വാക്കുകൾക്ക് പറയോ ഒരു മാപ്പ്. PM ശ്രീ കേവലം ഒരു കരാറാണോ? അല്ല. പോയ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഡയറക്ഷൻ വെട്ടിമാറ്റി നറേറ്റീവാണ്. CPM BJP ഡീൽ എന്നതിന് UDF ചൂണ്ടിക്കാട്ടിയ രേഖാപരമായ തെളിവാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്, അല്ലാതെ കിട്ടാൻ പോകുന്ന 4.25 ചക്രം കാശിന് ഞഞ്ഞാവിഞ്ഞ സാങ്കേതികതയല്ല. ഇനി ആ ഫണ്ടാണ് പ്രശ്നമെങ്കിൽ കോടതിയിലേക്ക് പോകണം, ആർജവത്തിൽ പറയണം, നീതിപീഠമേ കേന്ദ്രത്തോട് ഞങ്ങൾ ചോദിക്കുന്നത് പിച്ചപാത്രത്തിൽ എറിഞ്ഞു തരുന്ന എച്ചിൽ പണമല്ല, ഞങ്ങളുടെ ടാക്സ് പിരിച്ചുകൊണ്ട് പോകുന്ന കോടിക്കോടികളുടെ വിഹിതമാണ്, റൈറ്റാണ്, അവകാശം. അല്ലാതെ ഡൽഹി ദർബാറിൽ കാലിൽ വീണ് കെഞ്ചി പറഞ്ഞാൽ മാത്രം ഇവിടുന്ന് ചാരിറ്റി അല്ല. അത് കണിശമായി പറയലാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറയാനുള്ള മടിയാണെങ്കിൽ, കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ പേടിയാണെങ്കിൽ അത് പറ. അല്ലാതെ പോയ സർക്കാർ ഒപ്പിട്ട ഏതോ പേപ്പറിൽ ചാരി നാട്ടിൻ കളിക്കല്ലേ, അരാഷ്ട്രീയ അവതാ പറയല്ലേ, തൊണ്ടതൊടാന്ന് വിഴുങ്ങാൻ കേരളം കുടിക്കുന്നത്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ. സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. എന്റെ എന്തൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ VD സതീശൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കാരണം PM ശ്രീ പദ്ധതിക്കെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിച്ചല്ലോ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിന് മറുപടി അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത്, മന്ത്രിസഭ അറിയാതെ പോയി ഒപ്പിട്ടതിനെയാണ് ഞങ്ങൾ വിമർശിച്ചതെന്നാണ്. ഇപ്പോൾ നൗഫൽ തന്നെ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ്, PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്ന് അവിടെ മന്ത്രിയാണ്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്, KM ഷാജി. ഷാജിക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാൻ? ഷാജി കൂടി അങ്ങോട്ട് പോയിരിക്കും. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ, രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ.